മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ പണിക്കുപ്പി ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ട് നടക്കുകയാണ്. 15 പേരിൽ നിന്നും അവസാനം 2 പേരായി ചുരുങ്ങിയിരിക്കുകയാണ്. അക്ബറും ബിന്നിയുമാണ് ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവർക്ക് ഫൈനൽ റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് കണ്ണിമ വെട്ടാതെ പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. ആദ്യം കണ്ണടയ്ക്കുന്ന വ്യക്തി ഔട്ടാകും. ബെസ്റ്റ് ഓഫ് 3 ആയിരിക്കും ഈ ഗെയിം. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ബിന്നി വിജയിക്കുന്നു. അക്ബർ ഈ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എനിക്കങ്ങനെ കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റില്ല, വേറൊരു ഗെയിം തരുമോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അക്ബർ മാക്സിമം ട്രൈ ചെയ്തു. അക്ബറിനെ കൊണ്ട് സാധിക്കില്ലെന്ന് അക്ബർ തന്നെ ആദ്യം പറഞ്ഞിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ബിന്നി തന്നെ ജയിച്ചു, രണ്ടാമത്തെ റൗണ്ടിലും ബിന്നി തന്നെ ജയിച്ചു. അതുകൊണ്ട് ബെസ്റ്റ് ഓഫ് 3യിലേക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ബിന്നിയെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ ബിന്നിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബിന്നി അങ്ങനെ നെക്സ്റ്റ് വീക്ക് നോമിനേഷൻ ഫ്രീ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് 8 ആഴ്ചകൾ കഴിഞ്ഞു. ഈ 8 ആഴ്ചയിലും ബിന്നി നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ 1 സ്റ്റാർ പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിന്നി. ഇങ്ങനെ ഒരു മത്സരം ബിഗ് ബോസ് വെച്ചതുകൊണ്ട് തന്നെ ബിന്നിക്കൊരു അവസരം കിട്ടി. എന്തായാലും നല്ലൊരു ഗെയിമായിരുന്നു. പിന്നെ കുറച്ച് ലക്കും കൂടിയുണ്ട്. കാരണം ഈ പണിക്കുപ്പി ടാസ്ക് എന്ന് പറയുന്ന ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ആരും ബിന്നിയെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ബിന്നിയുടെ മുമ്പിൽ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടുവച്ചിട്ടില്ല. രണ്ടാമത്തെ റൗണ്ടിൽ അവസാനമാണ് ബിന്നിയുടെ മുമ്പിൽ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ തന്നെ കൊണ്ടുവെക്കുന്നത്. എന്തായാലും ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയത് കൊണ്ട് തന്നെ ഹൗസിലുള്ള ഭൂരിഭാഗം പേരും ഹാപ്പിയാണ്. കാരണം അക്ബറിന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത്, അക്ബർ നോമിനേഷൻ ഫ്രീ ആവരുത് എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.